എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. എൻ്റെ പേര് ടെസി, ഞാൻ അനിക്കാമ്പൂയിൽ നിന്നാണ്. ഞങ്ങളിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു 3 മാസത്തോളമായി. ഞങ്ങളിത് വാങ്ങിക്കാൻ കാരണം തന്നെ ഷാൻഡി ഞാനും ഒരുമിച്ച് മേരിക്കുന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഷാൻഡി ഇങ്ങനെ എതിർശ്ശി ഇതിലേ പോയപ്പോ ഇവിടെ കയറുക. അന്നേരം ഇപ്പൊ ഷാൻഡി ഇങ്ങനെ ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്നാ ഒന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഒരെണ്ണം വാങ്ങിച്ചു. അത് ഹസ്ബൻഡിന് നല്ല ഉറക്കക്കുറവും പ്രമേഹവും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരെണ്ണം വാങ്ങിച്ചു നോക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ ആണേലും ഒരു പ്രഷറിന്റെ ഒരു ഹൈ ഡോസ് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതാണ്. അത് പതിയെ നിർത്തി കഴിഞ്ഞ് ഇപ്പം പ്രഷർ എപ്പോഴും 150ന്റെ മുകളിലായിരുന്നു എപ്പോഴും പ്രഷർ. ഇപ്പൊ മിക്കവാറും തന്നെ എപ്പം നോക്കിയാലും ഒരു 120 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം. അത് കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നിയപ്പോ എനിക്കാണ് എപ്പോഴും മസിൽ കയറ്റം എന്ന് പറഞ്ഞാൽ എന്നും രാത്രിയിലും മസിൽ കയറുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളത് ഉപയോഗം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ശരിക്കും അത് പിന്നെന്ന് പറഞ്ഞാൽ മസിൽ കയറിയിട്ടേ ഇല്ലെന്ന് പറയാം. അതോ കയറുന്ന പോലെയൊക്കെ വരുവാണെങ്കിൽ തന്നെ കാലങ്ങ് നേരെ വെച്ചങ്ങ് കിടന്നു കഴിയുമ്പം പെട്ടെന്ന് ശരിയാകും. അതുപോലെ ഈ കാലിന്റെ വിരലാണേലും ഇങ്ങനെ തോണി പോലെ വലിച്ചു കൂടുന്ന പോലെ വരുമായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും ആ കാലിന്റെ മസിലിന്റെ മുകളിലേക്ക് ഇത് പാടങ്ങ് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് കഴിയുമ്പം തന്നെ അത് ശരിയാകുന്നുണ്ട്. അതുപോലെ പിന്നെ ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഞങ്ങളൊരു കുറച്ച് പേർക്ക് കൊടുത്തു. എല്ലാവർക്കും തന്നെ നല്ല ഉപയോഗം ഉണ്ടെന്ന് പറയാം. അതുപോലെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു മുത്തോമ്പുഴ ജോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുത്തു. അത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ അസുഖം. അത് 1,00,000 ഒരാൾക്കുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഞങ്ങളത് കൊടുക്കാൻ ചെല്ലുമ്പം ശരിക്കും പറഞ്ഞാല് നടക്കുമൊന്നും ഇല്ലായിരുന്നു. സ്ട്രെച്ചറൊക്കെ വടിയൊക്കെ ഉപയോഗിച്ചായിരുന്നു നടക്കുന്നത്. അതുപോലെ കസേരയിൽ ഇരിക്കാനേ പറ്റിയല്ലോ. ഒരു സ്റ്റൂള് പ്രത്യേകിച്ച് ജോസിനായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചേക്കോ. ഭയങ്കര കട്ടിയിൽ, ഇങ്ങനെ നല്ല കട്ടിയിൽ ഉണ്ടാക്കി വെച്ചു. അതിലേക്ക് ചെന്നങ്ങ് ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങ് പൊത്തോന്നും പറഞ്ഞ് അങ്ങ് വീഴുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പിന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ചു. കഴിഞ്ഞ് ഞങ്ങൾ 2-3 ദിവസം കഴിഞ്ഞ് അന്വേഷിച്ചപ്പം ജോസ് പറയുന്നുണ്ടോ എനിക്ക് ഒത്തിരി ഉപകാരമുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജോസ് വടിയൊന്നും ഇല്ലാതെ തന്നെയാ മുറ്റത്തൂടെ. അത് കഴിഞ്ഞ് മാത്യു സാറ് പോയപ്പം ആ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അത് ഇട്ടില്ലെന്ന് തോന്നുന്നു. വടിയില്ലാതെ തന്നെ മുറ്റത്തൂടെ എല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ നല്ല ശരീരത്തിനും ഒരു നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെന്ന ജോസ് പറഞ്ഞത്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒത്തിരി ഗുളികകൾ, 8-10 ഗുളിക ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ പിന്നെ ഈ ഗുളിക കൂടെ കഴിക്കുന്നതുകൊണ്ട് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ജോസ് പറയുന്നത് ഇപ്പൊ ശരിക്കും അത് വലിയൊരു ഉപകാരമായി എന്നാ പറയുന്നത്. ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല, രാവിലെ തന്നെ സുഖമായിട്ട് ഒക്കെ ജോസിന് ഒത്തിരി ഉപകാരം. അതുപോലെ ഞങ്ങളുടെ കൂടത്തെ എല്ലാവർക്കും തന്നെ മുട്ടിന് വേദന, അങ്ങനെയുള്ളവർ നടുവിന് വേദന ഒക്കെ ഉള്ളവർക്കൊക്കെ ഒത്തിരി ഉപകാരം എല്ലാവർക്കും വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല, ക്രിസ്മസിന്റെ ഒക്കെ തിരക്കുള്ളതുകൊണ്ട്. ഒരു 10-12 പേർക്ക് ഞങ്ങള് ഇത് കൊടുത്ത എല്ലാവർക്കും തന്നെ ഉപകാരമാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇത്രയൊക്കെ പറയാനുള്ളൂ.